രണ്ട് സ്രാവ് ഉണങ്ങിയത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്രാവ് ചൊറക് എന്നൊക്കെ പറയുന്നത്. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കണമെന്ന് നമുക്ക് കാണിക്കാതെ. ഇത് ഞാനതിന് ആദ്യം തന്നെ ഞാൻ ഒരു 2-3 കഷ്ണങ്ങളായിട്ട് ഇത് മുറിച്ചെടുക്കണം. നല്ല ഉണങ്ങിയതാണ് കേട്ടോ, നല്ല ബലമുണ്ട്. എന്നിട്ട് ഇത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതെങ്ങനെ ചെയ്തെടുക്കണമെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ച ഉണക്കമീനുണ്ടല്ലോ, അത് കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ആയിട്ടുണ്ട്. നല്ല തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. കുറേ മീനിങ്ങനെ വെന്തലിത്ത് പോകും. കുറച്ച് ഇതേപോലെ ചൂട് മതി. കൈ തൊടുമ്പോൾ ഒന്ന് പൊള്ളണം, അതുപോലെ മതി. ഇപ്പം നമുക്ക് ആ ഉണക്കമീനെല്ലാം അതിലേക്ക് കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കാം. അപ്പോൾ അതിൻ്റെ ഉപ്പ് ഇളകും, അതിൻ്റെ തൊലിയിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ കുറച്ച് നേരം നമ്മളത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ അത് ഒന്ന് ശരിക്കും ഒന്ന് ഇതാക്കി കൊടുത്താൽ മാത്രം മതി. എന്താ പോണണ്ട, ഇതേപോലെ അത് പോയി കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം. ക്ലീനാക്കി എടുത്തിട്ട് വരാവേ. ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി. കണ്ട ഇതെല്ലാം ക്ലീനാക്കി കിട്ടും. ഇതെല്ലാം തൂവെള്ളയായിട്ട് വരും. തിളച്ച വെള്ളത്തിൽ ഇടരുത് കേട്ടോ. തിളച്ച വെള്ളത്തിട്ട് അത് വെന്ത് പോകുവേ. ഇത് ക്ലീനാക്കി എടുത്തിട്ട് വരാവേ. ഇത് വേണ്ടേ നമ്മുടെ ഉണക്കമീൻ കഴുകി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വറുക്കുമ്പോൾ ഒന്നും കൂടി പൊടിഞ്ഞോളൂ. ഇത് പൊടിഞ്ഞ് നല്ല സെറ്റാകും. ഇതാണപ്പോൾ കൈ വൃത്തിയാക്കി എടുത്തത്. അപ്പോൾ ഇതേണ്ട നമ്മുടെ സ്രാവ് ഇതായി പരുവോട്ടാണ്. ഈ പരുവത്തിലാക്കി എടുത്ത് ഇങ്ങനെ ആയി കിട്ടും. കുറേ സമയം എടുക്കട്ടെ ഇത് വറുക്കാൻ. ഇതിൻ്റെ സ്മെല്ലും ഒക്കെ അസഹനീയമാണ്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്.